الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أحمده حمدا بلا أحد أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول ولا تبطلوا أعمالكم പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള മുന്നറിയിപ്പുകൾ കണ്ടവരാണ് നമ്മളെല്ലാവരും. വാഹനമോടിക്കുന്ന സന്ദർഭങ്ങളിൽ റോഡിൻ്റെ പല ഭാഗങ്ങളിലും മുന്നറിയിപ്പുകളുടെ ബോർഡുകൾ നമ്മൾ വായിക്കാറുണ്ട്. ആഴമുള്ള പുഴയുടെ സമീപത്ത് ഇവിടെ ഇറങ്ങരുത്, ഇറങ്ങി കുളിക്കാൻ പാടില്ല എന്ന മുന്നറിയിപ്പിൻ്റെ ബോർഡുകൾ പലതും സ്ഥാപിക്കാറുണ്ട്. അതേപോലെ തന്നെ ബീച്ചുകളിൽ പാർക്കിംഗ് ചെയ്യുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഇടങ്ങളിൽ നമ്മൾ ബന്ധപ്പെടുന്ന പല മേഖലകളിലും പലതരത്തിലുള്ള മുന്നറിയിപ്പുകളെ ശ്രദ്ധിച്ചവരാണ് നമ്മൾ. കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. മുന്നറിയിപ്പുകളെ അവഗണിക്കുമ്പോൾ സംഭവിക്കുന്ന അപകടങ്ങൾ വലുതാണ്. ഞാൻ ഈ ഖുതുബ റഫർ ചെയ്യുമ്പോൾ മുന്നറിയിപ്പുകളെ അവഗണിച്ചാലുള്ള അപകടങ്ങളെക്കുറിച്ചൊരു പരിശോധന നടത്തി. പത്രങ്ങളിൽ വന്ന, ചാനലുകളിൽ വന്ന, നൽകിയ മുന്നറിയിപ്പുകളെ ലംഘിച്ചത് കൊണ്ടുണ്ടായ വലിയ ദുരന്തങ്ങൾ, വലിയ അപകടങ്ങൾ എമ്പാടും നമുക്ക് എണ്ണി പറയാൻ സാധിക്കും. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് തന്നെ നമുക്ക് അത്തരത്തിലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ ഓർത്തെടുക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പുകളെ ശ്രദ്ധിക്കേണ്ടവനാണ് മനുഷ്യൻ, അതിനെ പരിഗണിക്കേണ്ടവനാണ് മനുഷ്യൻ. അത് എല്ലാവർക്കും അറിയാം, അതെല്ലാവരും ഉൾക്കൊള്ളുന്ന കാര്യമാണ്. എന്നാൽ സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിശ്വാസികളാണ്, നമ്മൾ അള്ളാഹുവിൻ്റെ ദാസന്മാരാണ്. വിശ്വാസി എന്ന നിലയിൽ നിത്യജീവിതത്തിൽ ധാരാളം മുന്നറിയിപ്പുകൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്, ഒട്ടനവധി മുന്നറിയിപ്പുകൾ. ഇപ്പം നമ്മൾ കഴിഞ്ഞ 2 ഖുതുബകളിലൂടെ പറഞ്ഞു വരുന്നത്
ദിനചര്യകളിലെ ദീൻ എന്ന് പറയുന്ന വിഷയമാണ്. നമ്മുടെ നിത്യജീവിതത്തിലെ ദീനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ദീൻ എന്ന് പറയുമ്പോൾ പ്രവർത്തിക്കാനുള്ള കാര്യങ്ങൾ മാത്രമല്ല. നമസ്കരിക്കണം, നോമ്പ് നോൽക്കണം, സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം, കുറേ ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രമല്ല. അതല്ല ദീൻ എന്ന് പറഞ്ഞാൽ, അത് ദീനാണ്. എന്നാൽ അതിൻ്റെ കൂടെ മാറി നിൽക്കേണ്ട കാര്യങ്ങളുണ്ട്, ഒഴിവായി നിൽക്കേണ്ട കാര്യങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച, നഹി പറഞ്ഞ, വിരോധം പറഞ്ഞ, അടുക്കരുത്, പോകരുത്, ചെയ്യരുത്, ഇതൊക്കെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നറിയിപ്പുകളാണ്. അപ്പം അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളെ നമ്മുടെ ദിനചര്യയിൽ പാലിക്കേണ്ട ആളുകളാണ് വിശ്വാസികളായ ആളുകൾ. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞു, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ് ചെറിയ വാക്കുകൾ കൊണ്ട് വലിയ ആശയങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളുടെ പ്രത്യേകതയാണ്. റസൂലുള്ളാഹി പറയുന്നത് അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ, വിശ്വാസിക്ക് ദുനിയാവ് എന്ന് പറഞ്ഞാൽ ജയിലാണ്. വജന്നത്തുൽ കാഫിർ, കാഫിറിനെ സംബന്ധിച്ചിടത്തോളം അത് സ്വർഗമാണ്. എന്താ നമുക്ക് മനസ്സിലായത്? വ്യത്യസ്തമായ രീതിയിൽ ഈ ഹദീത്തിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കാൻ പോകുന്ന സ്വർഗവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ദുനിയാവ് ഒരു ജയിലാണ്. ദുനിയാവിൽ വലിയ സൗകര്യമൊന്നുമില്ല. ദുനിയാവ് ഒരു സിജിന് തന്നെയാണ് അവന് ലഭിക്കാൻ പോകുന്ന സ്വർഗത്തെ അപേക്ഷിച്ച്. എന്നാൽ കാഫിറിനെ സംബന്ധിച്ചിടത്തോളം നാളെ അവന് ലഭിക്കാൻ പോകുന്ന നരകമാണ്, ഭീകരമായ ജയിലാണ്, കഠിനമായ ശിക്ഷയാണ്. അത് വെച്ച് നോക്കുമ്പോൾ അവന് ദുനിയാവ് എന്ന് പറഞ്ഞാൽ സ്വർഗമാണ്. ഇങ്ങനെ വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. വേറെ മറ്റു പല രീതികളിൽ വിശദീകരിച്ച ആളുകളുണ്ട്. ഞാൻ ഈ ഹദീത്ത് കൊണ്ടുവന്നത് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ദുനിയാവ് എന്ന് പറഞ്ഞാൽ ജയിലാണ്. എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണം? ഒരു വിശ്വാസിക്ക് ദുനിയാവിൽ ഹലാലായ കാര്യങ്ങളുണ്ട്, അനുവദിക്കപ്പെട്ട കാര്യങ്ങളുണ്ട്, ഹറാമാക്കിയ കാര്യങ്ങളുണ്ട്, നിഷിദ്ധമായ കാര്യങ്ങളുണ്ട്. ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ അവൻ്റെ ഒരു ദിവസം ഹലാലും ഹറാമും നോക്കാതെ മുന്നോട്ട് പോകാൻ പാടില്ല, അല്ലേ? ഒരു സത്യവിശ്വാസി ഹലാലായ കാര്യങ്ങളും ഹറാമായ കാര്യങ്ങളും ശ്രദ്ധിക്കാതെ, പരിഗണിക്കാതെ അവൻ മുന്നോട്ട് പോയാൽ അവൻ്റെ ജീവിതം അപകടത്തിലാണ്. അവന് നാളെ ദുരിതമാണ് സംഭവിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഒരൊറ്റ വാചകത്തിൽ പറഞ്ഞാൽ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഓരോ ദിവസത്തിലും അവന് നിയന്ത്രണങ്ങളുണ്ട്. അവൻ പാലിക്കേണ്ട കാര്യങ്ങളുണ്ട്, ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ഒഴിവാക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പം അത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ ഞാൻ പറയും. ഇന്നത്തെ ഖുത്ബയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 പോയിന്റുകൾ ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഒരു ദിവസം നമ്മൾ ജീവിക്കുമ്പോൾ, വിശ്വാസി എന്ന നിലയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒന്ന്, ദൈവസ്മരണയിൽ നിന്നും പരലോക ചിന്തയിൽ നിന്നും നമ്മെ അകറ്റിക്കളയുന്ന കാര്യങ്ങൾ, നമ്മളെ അകറ്റുന്ന, നമ്മളെ മാറ്റിക്കളയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഞാൻ വാചകം ഒന്നുകൂടെ പറയാം. അള്ളാഹുവിൽ നിന്ന്, പരലോക ചിന്തയിൽ നിന്ന് നമ്മളെ അകറ്റുന്ന കാര്യങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. രണ്ടാമത്തത്, നരകത്തിലേക്ക് അടുപ്പിക്കുന്നതും സ്വർഗത്തിൽ നിന്ന് അകറ്റുന്നതുമായ കാര്യങ്ങളുണ്ട്. നമ്മളെ നരകത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളാണോ കൂടുതൽ നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ ഒരു ദിവസത്തെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്നെ കൂടുതൽ നരകത്തിലേക്ക് എത്തിക്കുന്നതാണോ സ്വർഗത്തിൽ നിന്ന് അകറ്റുന്നതാണോ എന്ന് പരിശോധിക്കണം. മനസ്സിലായില്ലേ? പുണ്യകർമ്മങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, കുറയുന്നുണ്ടോ എന്ന് പരിശോധിക്കണം എന്നർത്ഥം. നന്മകൾ കുറയുന്നുണ്ടോ എന്ന് ഓരോ ദിവസവും വിശ്വാസികൾ പരിശോധിക്കണം. മൂന്നാമത്തെ കാര്യം, നാം നേടിയെടുക്കുന്ന പുണ്യങ്ങൾ. ഇപ്പോൾ സുബഹി നമസ്കാരം മുതൽ നമ്മൾ പറഞ്ഞു തുടങ്ങി. സുബഹിയുടെ ജമാഅത്തിന് വന്നുള്ള കൂലി നമ്മൾ പറഞ്ഞു, പ്രഭാത പ്രദോഷ പ്രാർത്ഥനകളിലെ മഹത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇതൊക്കെ നന്മയാണ്. ഈ നന്മകളെ, നേടിയെടുത്ത പുണ്യങ്ങളെ നമ്മുടെ ഒരു ദിവസത്തിൽ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നുണ്ടോ എന്നും നമ്മൾ പരിശോധിക്കണം. ഈ 3 കാര്യങ്ങൾ ഒരു വിശ്വാസി അവൻ്റെ നിത്യജീവിതത്തിൽ പരിശോധനാ വിധേയമാക്കണം. അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു അതീഉല്ലാഹ വ അതീഉർ റസൂൽ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും നിങ്ങൾ അനുസരിക്കണം. വല തുബ്തിലു അഅമാലക്കും. നിങ്ങളുടെ പ്രവർത്തികളെ, നിങ്ങളുടെ കർമ്മങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ പൊളിച്ചു കളയരുത്, നഷ്ടപ്പെടുത്തി കളയരുത്. ഇത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു നമുക്ക് നൽകിയ താക്കീതാണ്. സഹോദരങ്ങൾ, ഞാൻ ഈ ഒരു ആമുഖം പറയാൻ കാരണം,
നമ്മൾ ചെയ്യുന്ന പല നന്മകളെയും നമ്മുടെ പല നല്ല ഗുണങ്ങളെയും പരലോകത്ത് നഷ്ടമാക്കി കളയുന്ന, പരലോകത്ത് ദുരന്തത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു മേഖലയായി വിനോദരംഗങ്ങൾ മാറുന്നുണ്ട്. വിനോദങ്ങൾ മാറുന്നുണ്ട്. ഞാൻ ഈ സംസാരിക്കുന്ന പശ്ചാത്തലം എല്ലാവർക്കും അറിയാം. നമ്മളൊരു വലിയ മത്സരത്തിൻ്റെ, ലോകത്ത് നടക്കുന്ന ഒരു മത്സരത്തിൻ്റെ നടുവിലാണ് ഇന്ന് ലോകമുള്ളത്. ലോകത്തുള്ള കോടാനുകോടി മനുഷ്യർ അവരവരുടെ ഉറക്കമൊഴിവാക്കി നിരന്തരം ഒരു മാമാങ്കത്തിൻ്റെ, ഒരു മത്സരത്തിൻ്റെ ലഹരിയുടെ പിറകിലാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയുടെ ഒരു ദിനത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വർത്തമാന കാലഘട്ടത്തിൽ വിശ്വാസികളായ പല ആളുകളുടെയും ദിനചര്യകളിലെ പ്രധാനപ്പെട്ട ഒരു കർമ്മമായി മാറുന്ന, അല്ലെങ്കിൽ ഗൗരവത്തോടുകൂടെ പല ആളുകളും കാണുന്ന ഒരു മത്സരത്തെക്കുറിച്ച് വിശ്വാസികളെ ഉത്ബോധിപ്പിക്കേണ്ട, ഓർമ്മപ്പെടുത്തേണ്ട സ്ഥലമാണ് മിമ്പർ എന്ന ഉത്തമമായ ബോധത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ വിഷയം നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. ഇസ്ലാം വിനോദത്തിനെതിരല്ല. അടിവരട്ട് മനസ്സിലാക്കണം, ഇസ്ലാം വിനോദങ്ങൾക്കെതിരല്ല. മനുഷ്യന്റെ സ്വഭാവമാണ് വിനോദങ്ങളോട് താല്പര്യമുള്ളവരാണ് എന്നുള്ളത്. അത് മനുഷ്യന്റെ സ്വഭാവങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം വിനോദങ്ങളെ അതിൻ്റെ പരിധികളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്തു? അനുവദിച്ചു. എന്തിനാണ് ഞാൻ ആ വാചകം പറഞ്ഞത്? ഇസ്ലാം വിനോദങ്ങളെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അനുവദനീയമാക്കിയിട്ടുണ്ട്. എന്നാൽ പരിധി വിട്ടാലോ അത് നിഷിദ്ധമാണ്, അത് പാടില്ലാത്ത കാര്യമാണ്, അവിടെ വിലക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശാരീരികമായ മാനസികമായ ഉല്ലാസത്തിന് ഇസ്ലാം അനുവാദം കൊടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ ദീന് നമുക്ക് പറഞ്ഞു തരുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും ഓട്ട മത്സരം നടത്തി. വിനോദമായിരുന്നു. അവരോട്ട മത്സരം നടത്തി. ഒരു പെരുന്നാളിൻ്റെ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയുടെ മുമ്പിൽ അബിസീനിയക്കാരായ ചില ആളുകൾ അവർ വന്നിട്ട് അവരുടെ ഗോത്രത്തിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പാരമ്പര്യമായ ആയോധന നൃത്തം, ആയുധങ്ങൾ കൊണ്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള വിനോദം അതവർ നടത്തുകയും പ്രവാചകനും പ്രവാചകന്റെ ഭാര്യയും അടക്കമുള്ള ആളുകൾ അത് കാണുകയും ചെയ്തത് സ്വഹീഹായ ഹദീത്തുകളിൽ നമുക്ക് കാണാൻ പറ്റും. ദഫ് മുട്ടിയ അത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ, വിനോദങ്ങളിൽ പങ്കുചേർന്ന ഒട്ടനവധി രംഗങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അർത്ഥമാക്കുന്നത് വിനോദങ്ങൾക്ക് ഇസ്ലാം എതിരല്ല. വിനോദങ്ങളാകാം, പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? പരിധി വിടാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഫുട്ബോൾ മത്സരം ഹറാമാണോ? ഹറാമാണ് എന്ന് ഫത്വ പറയാൻ ഇസ്ലാമിക ലോകത്ത് ഒരു പണ്ഡിതനും ശ്രമിച്ചിട്ടില്ല. ഫുട്ബോൾ മത്സരം കളിക്കുക, കാണുക എന്നുള്ളത് ഹറാമാണ് എന്ന് ആർക്കും വാദമല്ല. എന്നാൽ അത് പുണ്യകരമായ കാര്യമാണെന്ന് മനസ്സിലാക്കാൻ പറ്റൂല. ഫുട്ബോൾ കാണുന്ന പറഞ്ഞാൽ പുണ്യകരമായ കാര്യമാണ്, അതൊരു ഭയങ്കര കൂലി കിട്ടുന്ന കാര്യമാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല. നിർബന്ധമായ ബാധ്യതയിൽപ്പെട്ടതുമല്ല, പുണ്യവുമല്ല. മറിച്ച് അതിൻ്റെ വിധി പറയുകയാണ് എങ്കിൽ അത് മുബാഹാണെന്ന് പറയാം. മുബാഹ് എന്ന് പറഞ്ഞാൽ എന്താ? അനുവദനീയമായ ഒരു കാര്യമാണ്. ആ രീതിയിലാണ് അത്തരം മത്സരങ്ങളെ നമ്മൾ കാണേണ്ടത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇത് ഹറാമാകും, ചില സന്ദർഭങ്ങളിൽ അത് നിഷിദ്ധമാകും, അത് കുറ്റകരമായി മാറും. അതുകൊണ്ടാണ് ഈ വിഷയം നമുക്ക് ഖുതുബയിൽ പറയേണ്ടി വരുന്നത്. കേവലം ഒരു സന്തോഷത്തിനപ്പുറം ഒരു ലഹരിയായി ഇത് ആളുകളെ പിടികൂടുന്നുണ്ട് എങ്കിൽ വിനോദത്തിന് പകരം ഇത്തരം കളികൾ അനുവദിക്കപ്പെട്ടതാണെങ്കിലും ചില സാഹചര്യങ്ങളിൽ അത് നിഷിദ്ധമായിട്ട് മാറും. ഉറപ്പാണ്, ചില സാഹചര്യങ്ങൾ അത് നിഷിദ്ധമായി മാറും. അതിലേതാണ് സാഹചര്യം? ഒന്ന്, ദീനിനേക്കാൾ കളിക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ. അടിവരട്ടോളി. ഈ പള്ളിയിൽ ഒരുപക്ഷെ നടന്നുകൊണ്ടിരിക്കുന്ന വേൾഡ് കപ്പ് മത്സരം കാണുന്ന ആളുകൾ ഉണ്ടാകാം. ഞാൻ പറഞ്ഞു, കാണുന്നതിനെ കുറ്റം പറയുന്ന, അത് കാണണ്ട എന്ന് പറയാനല്ല ഈ ഖുതുബ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് ഹറാമായി വരുന്ന സന്ദർഭം ഏതാണ്? നമ്മുടെ ജീവിതത്തിൽ ഹറാമായി വരുന്ന രംഗം ദീനിനേക്കാൾ അതിന് പ്രാധാന്യം വരുന്നുണ്ടോ എങ്കിൽ അത് ഹറാമാണ്. എങ്ങനെയത് മനസ്സിലാക്കുക? എങ്ങനെയാണത് മനസ്സിലാക്കുക? നമസ്കാരത്തിൻ്റെ സമയത്ത് കളി വന്നു, നമ്മൾ എവിടെ ഇരിക്കും? അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹയ്യാൽ അസ്സലാ ഹയ്യാൽ അൽ ഫലാ എന്ന് പറഞ്ഞ് പള്ളിയിലേക്ക് നമ്മളെ വിളിക്കുമ്പോൾ ആ വിളിയുടെ ശബ്ദം കേൾക്കുന്ന സമയത്ത് നാം സ്ക്രീനിൻ്റെ മുമ്പിലാണ് എങ്കിൽ ദീനിനേക്കാൾ കളിക്ക് നാം പ്രാധാന്യം കൊടുക്കുന്നത് ഹറാമാണ്, അത് നിഷിദ്ധമാണ്, സംശയമല്ല. ഒരുപക്ഷെ ഇപ്പോഴുള്ള മത്സരങ്ങളുടെ സമയക്രമം നമ്മൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴും പ്രഭാത സമയത്താണ് പല മത്സരങ്ങളും, രാത്രിയിൽ മത്സരങ്ങളുണ്ട്. അമേരിക്കൻ നാടുകളിൽ നടക്കുന്ന ഒരു മത്സരമായതുകൊണ്ട് തന്നെ 12:30 മത്സരമുണ്ട്, 3:30 മത്സരമുണ്ട്, 6:30 മത്സരമുണ്ട്.
3:30 മത്സരത്തിന് എഴുന്നേൽക്കുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട്, കുട്ടികളുണ്ട്, യുവാക്കളുണ്ട്. സുബഹിക്കുന്നുവരെ എഴുന്നേൽക്കാത്ത ആളുകൾ, സുബഹിയുടെ ബാങ്ക് ഒരിക്കൽ പോലും തൻ്റെ കാതുകൊണ്ട് പള്ളിയിൽ നിന്ന് കേൾക്കാത്ത ആളുകൾ 3:30 മുൻപ് ഉണർന്ന് ആ മത്സരം കാണാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അവരെന്തിനാ പ്രാധാന്യം കൊടുക്കുന്നത്? അവർക്ക് ദീനാണോ വലുത്, കളിയാണോ വലുത്? സഹോദരൻ, ഇത് മിമ്പർന്ന് പറയണ്ടേ? ഈ വിഷയം ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തേണ്ടതില്ലേ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞ വാചകമുണ്ട്, വമിനൻ നാസി മൻ യശ്തരി ലഹുവൽ ഹദീതി ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ. മനുഷ്യന്മാരിൽ ചില ആളുകളുണ്ട്, അവര് വില കൊടുത്തിട്ട് എന്ത് ചെയ്യുക, അവര് വിനോദങ്ങളെ വിലക്ക് വാങ്ങുന്ന ആളുകൾ എന്നാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവരെ തെറ്റിച്ച് കളയുന്ന, അവർക്ക് യാതൊരു ഉപകാരമില്ലാത്ത വിനോദങ്ങളെ വില കൊടുത്തു വാങ്ങുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കണം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞ വാചകം ലഹുവൽ ഹദീദ് എന്ന് പറഞ്ഞാൽ വമാ യദുറു വലാ യൻഫഉ എന്നാണ്. എന്താണ് വമാ യദുറു വമാ യൻഫഉ എന്ന് പറഞ്ഞാൽ? ഉപകാരപ്പെടുന്നതിനേക്കാൾ ദോഷം ചെയ്യുന്നതും ഗുണത്തേക്കാൾ തിന്മ കൂടുതലുള്ളതുമായ കാര്യങ്ങൾ. നിങ്ങൾ ആലോചിച്ചു, ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ ദീനിനേക്കാൾ കളിക്ക് പ്രാധാന്യം കൊടുക്കുക, അപ്പം അത് ഹറാമാണ്. അതേപോലെ തന്നെ മുഴുവൻ സമയം ഇതിനു വേണ്ടി മാറ്റി കളി കണ്ടു എന്ന് മാത്രമല്ല, മറിച്ച് ആ കളിയെക്കുറിച്ചുള്ള അവലോകനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അനലൈസ്, അതിൻ്റെ വിശദമായ വിവരങ്ങൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുക. അതെന്താ? അതൊരു ലഹരിയായിക്കൊണ്ട് മാറുകയാണ്. അധിക സമയവും അതിനുവേണ്ടി മാറ്റിവെക്കുകയാണ്. ബാധ്യതകൾ മറക്കുന്ന ആൾക്കാരുണ്ട്. സ്വന്തം ഭാര്യനോടുള്ള, മക്കളോടുള്ള, അതേപോലെ തന്നെ കുടുംബത്തോടുള്ള, സമൂഹത്തോടുള്ള ബാധ്യതകൾ പോലും മറക്കുന്ന എത്രയോ മനുഷ്യന്മാരെ ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ദീനിനേക്കാൾ എന്തിനു പ്രാധാന്യം കൊടുക്കാൻ പാടില്ല? അത്തരം കാര്യങ്ങൾ കൊടുക്കാൻ പാടില്ല. അത് അപകടമാണ്. അത് അള്ളാഹുവിൻ്റെ താക്കീതുകളെ ലംഘിക്കുന്ന സ്വഭാവമാണെന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ നിങ്ങൾ, ഈ മത്സരം കൊണ്ട് സംഭവിക്കുന്ന അപകടങ്ങളിൽ ഏറ്റവും വലുത് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് അകലാണ് മനുഷ്യന്മാർ. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് അകലാണ്. നിസ്കരിക്കാൻ കറക്റ്റ് വരുന്നില്ല, അല്ലേ? സമയത്ത് നിസ്കരിക്കാൻ എത്തണില്ല. ഇപ്പൊ 3:30 മണിക്ക് കളി കാണാൻ വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു മനുഷ്യൻ, ആ കളി 4:30 മണി 5 മണി വരെ കളി ഉണ്ടാകും. സുബൈക്കും ജമാഅത്തിനില്ല. ഇപ്പൊ പല സ്ഥലങ്ങളിലും ഒരുമിച്ചിരുന്ന ആളുകൾ കളി കാണുന്ന സംവിധാനങ്ങളുണ്ട്. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. സത്യസന്ധമായി ഒരു വിശ്വാസി എന്ന നിലയിൽ, ഈമാനുള്ള ഒരാളെന്ന നിലയിൽ, പള്ളിയിൽ വരുന്ന, നമസ്കരിക്കുന്ന, ദീനിനെ സ്നേഹിക്കുന്ന ആളുകൾ എന്ന നിലയിൽ നമുക്ക് സ്വന്തം ആലോചിച്ചാൽ മനസ്സിലാകും. പ്രത്യേകിച്ച് ഞങ്ങളുടെ ജില്ലയിൽ, മലപ്പുറം ജില്ലയിൽ, മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ഇടങ്ങളിൽ എത്രയോ കുട്ടികൾ, എത്രയോ യുവാക്കളായ ആളുകൾ അതൊരു ലഹരിയായി കൊണ്ടു നടക്കുകയാണ്. ഖുർആൻ ഓതാൻ നേരല്ല, നിസ്കരിക്കാൻ സമയമല്ല, അല്ലേ? അതാണ് ഇതിൻ്റെ അവസ്ഥ. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നു? അവരകലുന്നു. ഏറ്റവും വലിയൊരു അപകടമാണത്. രണ്ടാമത്തെ കാര്യം, അമിതാസക്തിയും സമയം പാഴാക്കലുണ്ടാകുന്നു. അമിതാസക്തിയാണ്. സമയം എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ടതാണ്. 24 മണിക്കൂർ ഇതിൻ്റെ പിറകിലാണ്. ഞാൻ പലപ്പോഴും പല പ്രോഗ്രാമുകളും കഴിഞ്ഞ് രാത്രി 12:30 മണിക്കും 1 മണിക്കൊക്കെ യാത്ര ചെയ്തു പോകുന്ന സമയത്തൊക്കെ കാണാം യുവാക്കൾ റോട്ടിന് നടുവ്, അവർ ഫ്ലെക്സ് കിട്ടുന്ന തിരക്കിലാണ്, അവർ കൂടിയിരിക്കുന്ന തിരക്കിലാണ്. ആരാണ്? മുസ്ലിങ്ങളായ ആളുകൾ. എന്തുകൊണ്ടാണിത്? ഇതൊരു ലഹരിയായി കൊണ്ട് നടക്കാണ്. അവരവരുടെ സമയം, അവരുടെ നല്ല സമയത്തെ അവർ നഷ്ടപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിഅമതാനി മഅബൂനൻ ഫീഹിമാ കസീർ. ജനങ്ങളിൽ ധാരാളം ആളുകൾ അള്ളാഹുവിൻ്റെ 2 നിഅമത്തുകളെ അതിനെക്കുറിച്ച് അശ്രദ്ധരാണ്. അസ്സിഹത്തു വൽ ഫറ, ഒഴിവ് സമയവും ആരോഗ്യവുമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാൻ പറ്റും. മൂന്നാമത്തെ കാര്യം, താരങ്ങളെ ആരാധിക്കുന്ന അവസ്ഥ. താരാരാധന വരുന്നു. ഞാൻ ആളുകളുടെ പേരുകൾ ഈ മിമ്പർ വെച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പലരും ആരാധിച്ചു കൊണ്ടിരിക്കുക. ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഇബാദത്ത് എന്നല്ല അർത്ഥം, മറിച്ച് അവരെ അനുകരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അപ്പൊ നോക്കൂ നിങ്ങൾ, ഒരു ഫുട്ബോൾ മത്സരത്തിൽ ഒരു കളിക്കാരൻ എങ്ങനെ തലമുടി വെട്ടിയോ അതേപോലെ വെട്ടുന്ന കുട്ടികൾ വളർന്നു വരുന്നുണ്ട്. അതേപോലെ തലമുടി വെട്ടുന്ന കുട്ടികളുണ്ട്. ഇന്നും ലോകത്ത് സ്വാധീനം ചെലുത്തുന്ന ഒരു ഫുട്ബോൾ താരത്തിന്റെ ഹെയർ സ്റ്റൈൽ എന്താണ് എന്ന് പരിശോധിക്കുന്ന, അതേ രീതിയിൽ മുടി വെട്ടാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. ഹദീസിലൊരു പ്രയോഗമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖസാഇനെ കുറിച്ച് പറഞ്ഞു. ഖസാഇ എന്ന് പറഞ്ഞാൽ തലയുടെ ചില ഭാഗങ്ങൾ വടിച്ച് ചില ഭാഗങ്ങൾ നീട്ടി വളർത്തുക. ചില ഭാഗങ്ങളിൽ മുടി എന്ത് ചെയ്യുക? വടിച്ച് കളയുക. ചില ഭാഗത്ത് അവിടെ തന്നെ നിർത്തുക. അതിന് ഖസാഇ എന്നാണ് അറബിയിൽ പറയാം. അത് ഹറാമാണ്, അത് നിഷിദ്ധമാണ്. ഇനി പറയും, നിങ്ങൾ നെഞ്ചിൽ തട്ടി നമുക്ക് പറയാൻ പറ്റുമോ? മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ, മുസ്ലിം കുട്ടികളായ ആളുകൾ
അവരുടെ മുടി വെട്ടുന്നത് ഏതൊക്കെയോ താരങ്ങളെ അനുകരിച്ചുകൊണ്ടാണ്. അവർ ചില സ്ഥലങ്ങളിൽ കുറേ മുടി ഉണ്ടാകും, വേറെ അങ്ങനെ വടിച്ചു കളയും. അല്ലെ, നമ്മുടെ കുട്ടികളാണ്, ഈ ഉമ്മത്തിലെ കുട്ടികളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമികളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദീനിലുള്ള ആളുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖസഇ വൽ ഖസഉ അൻ യുഹ്ലക ബഅദു റഅസി സബിയി വയുത്രക ബഅദുഹു എന്നാണ്. എന്നങ്ങനെ പറഞ്ഞാൽ ഖസഇനെ നബി വിരോധിച്ചു. ഖസഇ എന്ന് പറഞ്ഞാൽ തലയുടെ ഒരു ഭാഗത്ത് നിന്ന് കുറച്ച് വടിക്കുക, കുറച്ച് നിർത്തുക. അത് പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്. ഇതാണ് അനുകരണം എന്ന് പറഞ്ഞാൽ. വസ്ത്രത്തിന്റെ വിഷയത്തിൽ അവർ ധരിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കാൻ, അതുകൊണ്ട് തന്നെ വിശ്വാസികളായ ആളുകൾ ഇത്തരത്തിലുള്ള താരാരാധനകളെ ഒഴിവാക്കേണ്ടവരാണ്. അവര് അനുകരിക്കേണ്ട വ്യക്തിയാര? ലോകത്ത് സഹോദരങ്ങളെ അനുകരിക്കാൻ പറ്റുന്ന ഏക വ്യക്തിയാരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാന്റെ റസൂലാണ്. അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയും നമുക്ക് അനുകരിക്കാം. എന്നൊരു പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന, കായിക രംഗത്ത് സ്വാധീനം ചെലുത്തുന്ന വ്യക്തികളുണ്ടല്ലോ, ആ കുമ്മായ വരക്കുള്ളിൽ മാത്രമാണ് അവരെ അനുകരിക്കാൻ പറ്റുക. അവരെ അനുകരിക്കാൻ, അവരെ സ്വീകരിക്കാൻ പറ്റുക എവിടെയാ? അവരുടെ കളിയുടെ സ്കില്ലിൽ മാത്രമാണ്. ആ കുമ്മായ വരകൾക്കപ്പുറം അവർക്കൊരു ജീവിതമുണ്ട്, പച്ചയായ ജീവിതം, തകർന്ന കുടുംബ ജീവിതം. അതേപോലെ തന്നെ സാമ്പത്തിക രംഗത്ത് സൂക്ഷ്മതയില്ലാത്ത മനുഷ്യർ. എന്തൊക്കെ നമുക്ക് എണ്ണി എണ്ണി പറയാൻ പറ്റും. സ്വവർഗരതിയുടെ പേരിൽ പിടിക്കപ്പെട്ട എത്രയോ മത്സരങ്ങൾ, എത്രയോ പിന്നെ തലമുതിർന്ന എത്രയോ ഉന്നതരായ കളിക്കാരുടെ വാർത്തകൾ നമ്മുടെ മുന്നിലുണ്ട്. എങ്ങനെ അവർ മാതൃകയാകുന്നത്? എങ്ങനെയാണ് ഈ കുട്ടികൾക്ക് അവർ മാതൃകയാകുന്നത്? അതുകൊണ്ട് താരാരാധന ഇസ്ലാം പ്രോത്സാഹിപ്പിക്കൽ, ഒഴിവാക്കണം എന്ന് പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് നിഷിദ്ധമാകുന്നത് എന്ന് പറയുന്നത്. നാലാമത്തെ കാര്യം, ധൂർത്തും ദുർവ്യയവും ഈ മേഖലയിൽ ധാരാളം നടക്കുന്നുണ്ട്. നിങ്ങളൊന്ന് യാത്ര ചെയ്തു നോക്കൂ. നമ്മൾ കാണുന്ന ഫ്ലക്സ് ബോർഡുകളുടെ ഏറ്റവും മിനിമം നമ്മൾ കണ്ട ബോർഡുകളുടെ മാത്രം വിലയെന്ന് എടുത്തു നോക്കൂ നിങ്ങൾ. എത്ര ഉണ്ടാകും? എത്ര പൈസ ഉണ്ടാകും? ഈ മഴക്കാലത്ത് ആകാശത്ത് നിന്ന് കുത്തിച്ചൊരിയുന്ന മഴ വീഴുന്ന സമയത്ത് വേദനിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട്, എത്ര കുടുംബങ്ങളുണ്ട്, ചോർന്നൊലിക്കുന്ന വീട്ടിൽ കഴിയുന്ന എത്ര കുടുംബങ്ങളുണ്ട്. മഴ പെയ്യരുത് എന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യരുണ്ട്. അവർക്ക് മഴയോട് വെറുപ്പായിട്ടല്ല, മഴ പെയ്താൽ വീടിൻ്റെ ഉള്ളിൽ വെള്ളമെത്തും, അടുക്കളയിൽ വെള്ളം ഒലിക്കുന്ന, ഒരു നല്ല മേൽക്കൂരയില്ലാത്ത, മഴവെള്ളത്തെ തടഞ്ഞു നിർത്താൻ പ്രാപ്തമായ മേൽക്കൂരയില്ലാത്ത എത്രയോ കുടിലുകൾ നമ്മുടെ ചുറ്റുപാടിലുണ്ട്. അവിടെയാണ് നമ്മുടെ കുട്ടികൾ. നമ്മുടെ കുട്ടികൾ, ഈ ഉമ്മത്തിലെ കുട്ടികൾ, അവർ ലക്ഷങ്ങൾ പൊട്ടിച്ചണന്തിയ ഏതൊക്കെയോ രാജ്യത്ത് നടക്കുന്ന ഏതൊക്കെയോ മനുഷ്യന്മാരുടെ ചിത്രങ്ങൾ തെരുവുകളിൽ അവര് ഒട്ടിക്കണം, അവർ സ്ഥാപിക്കണം. ഏതാ ഈ സംസ്കാരം? ഇതിനെതിരെ നമ്മൾ എവിടുന്ന് പറയണം? അതിനാ പടച്ചോന്റെ അള്ളാന്റെ റസൂൽ മിമ്പർ ഉണ്ടാക്കിയത്. അതിനാ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളികളുടെ മിമ്പറുകളെ ബോധിപ്പിക്കേണ്ട കാര്യമാണ് എന്ന് പഠിപ്പിച്ചത്. ഒരു തിന്മ കണ്ടാൽ മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർ ബിയദിഹി, കൈകൊണ്ട് തടയണമെന്നാ, പറ്റൂലെങ്കിൽ നാവ് കൊണ്ട് പറയണമെന്നാ, അതിനും പറ്റില്ല എങ്കിൽ മനസ്സിൽ വെറുപ്പെങ്കിലും ഉണ്ടാകണമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആൾക്കാരെ പേടിച്ച് നമ്മളിത് പറയാതിരിക്കാൻ പറ്റൂല, ജനങ്ങളെ ഭയന്ന് നമ്മളിത് പറയാതിരിക്കാൻ പറ്റൂല. ദൂർത്തടിക്കുന്ന, ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലാ, എൻ്റെ വീട്ടിൽ നിന്ന് 10-15 കിലോമീറ്ററുകൾ അപ്പുറമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലക്സ് സ്ഥാപിച്ചതെന്നാ. നഅൂദുബില്ല. 600 അടി 800 അടി ഇതൊക്കെ പറയുന്ന കേട്ട വിചാരിക്കും ഓരോ മനുഷ്യന്മാർക്ക് വീടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും, പിന്നെ 800 അടിൻ്റെ വീട്, ആ രീതിയിലൊക്കെയുള്ള പ്രയോഗമാണ്. എന്നിട്ടിങ്ങനെ മത്സരിക്കുക, അത് ആളുകളെ അറിയിക്കാൻ വേണ്ടി ഓരോ വ്ളോഗർമാരുടെ മത്സരങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു, നമ്മുടെ ദിനചര്യയിൽ ദീൻ ഉണ്ടാകണം. നമ്മളെ വഴി തെറ്റിക്കുന്ന, അള്ളാഹുവിൽ നിന്ന് അകറ്റുന്ന, നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന, സ്വർഗത്ത് അകറ്റുന്ന കാര്യങ്ങളിൽ നിന്ന് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? ആത്മാർത്ഥമായി മാറി നിൽക്കാൻ നമ്മൾ തയ്യാറാക്കണം. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ മുഖവിലക്കെടുക്കുന്ന ആൾക്കാരാകണം. വല തുബദ്ദിർ തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, അള്ളാഹു പഠിപ്പിച്ചതാണ്. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ധനം നിങ്ങൾ ദുർവ്യയം ചെയ്യരുത്. ഒരു നല്ല കാര്യത്തിന് പണം ചെലവഴിക്കാത്ത ആൾക്കാർ, നല്ല കാര്യത്തിന് പണം ചെലവഴിക്കാത്ത മനുഷ്യന്മാർ, അതേപോലെ തന്നെ പ്രയാസപ്പെടുന്നവരെ സഹായിക്കാത്ത ആളുകൾ, അവരാണ് ഈ ബോർഡ് വെക്കാൻ. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ ആക്ഷേപിച്ച് പറയുന്നില്ല, മറിച്ച് ആ കാശിന് എന്തായിരിക്കും അവർ പരലോകത്ത് ഉത്തരം പറയാം? ഈ വെച്ച ബോർഡുകൾക്ക് അവരെന്തല്ലാനോട് മറുപടി പറയും? ആ ചോദ്യമാണ് നമ്മളോട് ചോദിക്കുക. നമ്മുടെ കുട്ടികൾ അതിലുണ്ടെങ്കിൽ അത്തരം കൂട്ടത്തിൽ നിന്ന് നമ്മുടെ കുട്ടികൾ നമ്മൾ വിലക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഒരിക്കലും ഈ സമ്പത്ത് ദുർവ്യയം ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. 5-മത്തെ ഒരു കാര്യം,
ശബ്ദ കോലാഹലങ്ങൾ. നിങ്ങൾ ഏതൊരു മത്സരം എടുത്തു നോക്കി, ആർപ്പ് വിളിയും ശബ്ദം ഇട്ടിട്ടാണ്, പരിഹാസങ്ങൾ, ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നടക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു ലതർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട് ഖുർആനിൽ. ഈ ആയത്തിന്റെ പശ്ചാത്തലം എന്താ അറിയോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരു ഗോത്രക്കാർ വരുന്നുണ്ട്. ഒരു ഗോത്രം, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലേക്ക് ആ ഗോത്രക്കാർ വന്ന്, ഓർമ്മ ശരിയാണെങ്കിൽ തമീം ഗോത്രമാണ്. അവർ വന്ന് നബിയിൽ നിന്ന് ഇസ്ലാമൊക്കെ സ്വീകരിച്ച് അവർ നാട്ടിലേക്ക് പോകുമ്പോൾ നബി അവരോട് പറഞ്ഞു, നിങ്ങളൊന്നൊരു നേതാവിനെ തിരഞ്ഞെടുക്കണം, നിങ്ങൾക്കൊരു നേതാവ് വേണം. അപ്പോൾ ആ സദസ്സിൽ അബൂബക്കർ റളിയല്ലാഹു ഉമർലാനുണ്ട്. അപ്പോൾ ഉമർലാൻ പറഞ്ഞു, ഇന്ന ആളെ നേതാവാക്കാം. അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, അത് പറ്റൂല, ഇന്ന ആളെയാക്കാം. രണ്ടാൾക്ക് രണ്ട് അഭിപ്രായം. അല്ലാഹു റസൂൽ അവിടെ ഉണ്ട്. അബൂബക്കർ റളിയല്ലാഹു ഉമർലാനും തർക്കിക്കാൻ തുടങ്ങി. അവർ മെല്ലെ സംസാരിച്ച് ആ സംസാരം ഉയർന്നു, സംസാരം ഉച്ചത്തിലായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വെച്ച് അവർ ഉറക്കെ സംസാരിച്ചു. അള്ളാഹു ആയത്തിറക്കി, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദത്തിന്റെ മുകളിൽ നിങ്ങൾ ഒച്ച ഉണ്ടാക്കുക, നിങ്ങൾ ശബ്ദം ഉണ്ടാക്കുക, താക്കീത് നൽകി. സഹോദരങ്ങളെ, ചരിത്രം പറയണം എന്താ അറിയോ? ഈ ആയത്തിറങ്ങിയതിന് ശേഷം മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അള്ളാഹിന്റെ റസൂൽ മനസ്സിലാകൂല, പ്രവാചകന് മനസ്സിലാകൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തിന്റെ മുകളിൽ എൻ്റെ ശബ്ദം ഉയരുമോ എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഭയപ്പെട്ടു എന്നാ ചരിത്രം പറയുന്നു. അങ്ങനെ അവരവരുടെ ശബ്ദത്തെ നിയന്ത്രിച്ചത്. നിങ്ങളൊരു മത്സരം നടക്കുന്ന കൂട്ടത്തോടുകൂടെ ഇരുന്ന് മത്സരം കാണുന്ന കുട്ടികളുടെ ഇടയിൽ പോയി നോക്കൂ. നിങ്ങൾ ആർപ്പ് വിളിച്ച് ശബ്ദമുണ്ടാക്കി എന്തെല്ലാം പരിഹാസ വാചകങ്ങളാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഹറാമിൽ നമ്മളില്ല, നമ്മുടെ കുടുംബമില്ല, നമ്മുടെ മക്കളില്ല എന്ന് നമ്മൾ ഉറപ്പുവെക്കണം. വെറ്റുവെക്കുന്ന ആൾക്കാരുണ്ട്, ചൂതാട്ടം നടത്തുന്ന മേഖലയാണ്. ഒരുപക്ഷെ നമ്മുടെ ഇവിടെ നിന്ന് വ്യാപകമല്ല, അങ്ങനെയുള്ള ഇവിടെയുണ്ട്, ഇല്ല എന്നല്ല. ഇതെവിടെയാണ് ഇത് ഹറാമാകുന്നത്, നിഷിദ്ധമാകുന്നത്? അതാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. തർക്കങ്ങൾ ഉണ്ടാകുന്നു, ശത്രുതയുണ്ടാകുന്നു, ഫ്ലക്സുകൾ കീറുക, അല്ലെ, തോറ്റാൽ പരിഹസിക്കുക, ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ഒറ്റ വാചകം പറയാ, വിശ്വാസിയുടെ നിലപാടെന്തറിയോ? വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവരാരാ? ലഗ്വുകളോട്, അനാവശ്യമായ കാര്യങ്ങളോട് തിരിഞ്ഞു കളയുന്നവരാണ്, അനാവശ്യങ്ങളോട് അകന്നു നിൽക്കുന്നവരാണ്. ഞാൻ വീണ്ടും പറയുന്നു, വിനോദങ്ങൾക്കെതിരല്ല നമ്മുടെ മതം, വിനോദങ്ങൾക്കെതിരല്ല നമ്മുടെ മതം. ഇസ്ലാം നിശ്ചയിച്ച പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വിനോദങ്ങളെ ആസ്വദിക്കാൻ നമ്മുടെ ദീന് നമുക്ക് അനുവാദം നൽകുന്നുണ്ട്. അത് നമുക്ക് അനുഭവിക്കാം, ആസ്വദിക്കാം. എന്നാൽ നമ്മുടെ ദീനിനെ തകർത്ത് കളയുന്ന, നമ്മുടെ ദീനിനെ നശിപ്പിക്കുന്ന, നമ്മളെ നരകത്തിലേക്ക് എത്തിക്കുന്ന ഒട്ടനവധി വഴികൾ ഇതിൻ്റെ മുന്നിലുണ്ട്. ആ വഴികൾക്ക് മുന്നിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ആ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരാകാതെ അതിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാകണം. വല്ലദീന ലാ യശ്ഹദൂന സൂറ വഇദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമ എന്ന് സൂറത്തുൽ ഫുർഖാനിൽ ഇബാദുർ റഹ്മാന്റെ അടയാളങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഈ ലഗ്വൊക്കെ കാണുമ്പോൾ അതിലൊന്നും സാക്ഷിയാകാതെ, അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ആളുകളായി മാറാനാണ് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു അത്തരത്തിലുള്ള നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ഹിജ്റ വർഷം കൂടെ ആരംഭിച്ചു. ഹിജ്റ വർഷത്തിലെ ഒന്നാമത്തെ മാസം മുഹറം മാസമാണ്. ഇസ്ലാമിലെ പുതുവർഷം മുഹറമാണ്. മുഹറം മാസവുമായി ബന്ധപ്പെട്ട് വിശ്വാസികളായ ആളുകൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഷഹറുല്ലാഹിൽ മുഹറം. മുഹറം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാസമാണ്, അള്ളാഹിൻ്റെ മാസമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അപ്പോൾ ഈ മാസത്തിൽ എന്താ നമ്മൾ പ്രത്യേകം ചെയ്യേണ്ടത്? ഈ പവിത്രമായ മാസങ്ങൾ 4 മാസങ്ങളാണ്. ആ മാസങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്, വിശദീകരിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമല്ല. അക്രമങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല. ഈ മാസങ്ങളിൽ നന്മകൾ ചെയ്താൽ കൂടുതൽ കൂലി കിട്ടും. എന്നാൽ ഈ മുഹറം മാസത്തിൽ ഒരു പ്രത്യേകത ഉണ്ട്. നബി പറഞ്ഞു, അഫ്ളലു സിയാമി ബഅദ ശഹ്രി റമളാൻ സിയാമു ശഹ്റുല്ലാഹിൽ മുഹറം. റമളാനിൽ നോമ്പ് കഴിഞ്ഞാൽ
റമദാനിലെ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പുള്ളത് മുഹറം മാസത്തിലെ നോമ്പാണ്. അപ്പോൾ അതാണ് ഈ മാസത്തിൻ്റെ പ്രത്യേകത. നമ്മൾ പ്രവേശിച്ചിരിക്കുന്ന ഈ മാസത്തിൽ ഒരു നോമ്പുണ്ട്. ആ നോമ്പിൻ്റെ പ്രത്യേകത എന്താ? റമദാനിലെ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അഫ്ദലായ നോമ്പ് ഈ നോമ്പാണ്. ഏതാണ് ആ നോമ്പ്? മുഹറം 10 നോമ്പാണ്. മുഹറം 9 നോമ്പാണ്. മുഹറം 9 10 നോമ്പുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്ത വ്യാഴവും വെള്ളിയുമാണ് മുഹറം 9 10. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്ന സമയത്ത് യഹൂദികളായ ആളുകൾ നോമ്പ് നോൽക്കുന്നത് കണ്ടു. അപ്പോൾ നബി ചോദിച്ചു, എന്താണ് അവർ നോമ്പ് നോൽക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഹാദാ യൗമുൻ സ്വാലിഹുൻ, ഇതൊരു നല്ല ദിവസമാണ്. ഈ ദിവസത്തിന്റെ പ്രത്യേകത ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീൽ മിൻ അദുവിഹിം ഫസാമഹു മൂസ. ബനു ഇസ്രായേൽപ്പെട്ട ആളുകളെ ഫിറഔനിൻ്റെ ആ ക്രൂരതയിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ്. അങ്ങനെ മൂസാ നബിക്ക് എന്ത് ചെയ്തിരുന്നു? ആ ദിവസം നോമ്പ് നോറ്റിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് എന്ന് യഹൂദികളായ ആളുകൾ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅന അഹഖു ബിമൂസാ മിൻകും ഫസാമഹു വഅമറ ബിസിയാമിഹി. അപ്പോൾ നബി പറഞ്ഞു, നിങ്ങളെക്കാൾ മൂസയുമായി അടുത്ത ആൾ ഞാനാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോറ്റു. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് നോമ്പ് നോൽക്കാൻ കൽപ്പിച്ചു, മുഹറം 10 എന്ന്. എന്നാൽ മുഹറം 9 നോമ്പ് നോൽക്കണം. എന്തുകൊണ്ടാണത്? ഇസ്ലാമിൻ്റെ ഒരു നിയമമാണ് ജൂത ക്രൈസ്തവരിൽ നിന്ന് വ്യത്യസ്തരാകുന്നത്. അവർക്ക് ഈ ദിവസം നോമ്പുണ്ട്. അപ്പം അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യണം? മുഹറം 10 നോമ്പ് നോൽക്കണം, അതോടൊപ്പം തന്നെ 9 നോമ്പ് നോൽക്കുക. അതെന്തിനാ? അത് ഇവരിൽ നിന്ന് വ്യതിരക്തരാകാൻ വേണ്ടിയാണ്. ഇവരിൽ നിന്ന് ഈ ക്രൈസ്തവരിൽ നിന്ന്, യഹൂദികളിൽ നിന്ന് വ്യതിരക്തരാകാൻ വേണ്ടിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അടുത്ത വർഷം ഞാനുണ്ടെങ്കിൽ ഫൈദാ കാനൽ ആമുൽ മുഖ്ബിലു ഇൻഷാ അല്ലാഹു സുംനാ അൽ യൗമ താസിഅ, അടുത്ത വർഷം ഞാനുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? 9 അന്ന് നോമ്പ് നോൽക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്ത വർഷം ഉണ്ടായിരുന്നില്ല, നബി മരണപ്പെട്ടു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല? മുഹറം 9 നോമ്പ് നോറ്റിട്ടില്ല. പക്ഷെ അത് സുന്നത്താണ്. കാരണം എന്താ? സുന്നത്ത് എന്ന് പറഞ്ഞാൽ അൻ അഖ്വാലി മുഹമ്മദിഹി വ അഫ്ആലിഹി വ തഖ്രീറുഹു, നബിൻ്റെ വാക്കും പ്രവൃത്തിയും അംഗീകാരവുമാണ്. നബിൻ്റെ വാക്കും പ്രവൃത്തി അംഗീകാരമാണ്. ഇവിടെ നബിയുടെ വാക്ക് സുന്നത്താണ് എന്നുള്ളതിന് തെളിവായിക്കൊണ്ട് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്ന വിഷയമാണ് മുഹറം 9 നോമ്പ്. നബി നോറ്റിട്ടില്ല, പക്ഷേ നോൽക്കാൻ നബി കൽപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് നബിക്ക് ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത ഒരു നോമ്പ് നമുക്ക് നോൽക്കാൻ അവസരമുണ്ട്. അതേതാ? മുഹറം 9 നോമ്പാണ്. നബി കൽപ്പിച്ച നോമ്പാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? നമ്മൾ ഈ മാസത്തിൽ, ഈ മുഹറം മാസത്തിൽ മുഹറം 9 10 നോമ്പ് സാധ്യമായ എല്ലാ ആളുകളും നോൽക്കുക. ഈ മാസത്തെ നമ്മൾ ആദരിക്കുക. ഇത് അള്ളാഹിൻ്റെ മാസമാണ്. പാപങ്ങൾ കുറക്കുക, നന്മകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹും അവൻ്റെ റസൂലും പഠിപ്പിച്ച എല്ലാ വിശുദ്ധിയും കാത്തു സൂക്ഷിക്കുക. ഈ മാസത്തെ നഹ്സിൻ്റെ മാസമായി, ശകുനത്തിൻ്റെ മാസമായി കാണുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഇസ്ലാമിൽ ശകുനൊന്നുമില്ല. ഷിയാക്കളായ ആളുകൾ ഇതിനെ മറ്റു പല രീതിയിലും ഈ മാസത്തെ വ്യാഖ്യാനിക്കാറുണ്ട്. പരിശുദ്ധമായ ഖുർആനിലും പ്രമാണങ്ങളിലും വന്നതനുസരിച്ച് ഈ മാസത്തിന് പ്രത്യേകത ഉണ്ട്. ഈ മാസത്തിൽ നോമ്പ് നോൽക്കണം, നന്മകൾ അധികരിപ്പിക്കണം. അതാണ് ഹദീത്തിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നത്. ആ വായനക്കനുസരിച്ച്, പ്രമാണത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അള്ളാഹു അവർക്ക് ഷിഫ നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുണ്ട്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.